രണ്ട്, മതപരമായ കാര്യങ്ങൾ മുഴുക്ക ചെയ്യുന്നത്, ഭൂരിപക്ഷം ജോലിയും ചെയ്യുന്നത് എന്താണ്? സ്ത്രീകളാണ്. ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ നീക്കി വെക്കുന്നത് എന്ന് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. രാത്രി കിടന്നുറങ്ങുന്നത് തന്നെ വളരെ എത്രയോ കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ അടുത്ത ദിവസത്തേക്കുള്ള നറുക്കല മുഴുവൻ തയ്യാറാക്കി കൃത്യം അവർ അമ്പലത്തിലേക്ക് പോവുകയാണ്, യാത്ര പോവുകയാണ്. നമ്മൾ ബാലിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുന്ന ആളുകളെ കാണാതെ യാത്ര അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ബാലിയുടെ സ്ത്രീകളാണ് മുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്നത്. തലയിൽ ഈ പറയുന്ന പൂജാദ്രവ്യങ്ങൾ, കാരണം തലയിൽ വെക്കുന്നത് ശിരസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അതിൻ്റെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന പൂജാദ്രവ്യം വെക്കുന്നത്. അത്ര പവിത്രമായിട്ടുള്ള വസ്തുവാണ് ഇത്. ഈ പൂജാദ്രവ്യം താഴെ വെക്കില്ല, ഇതും മുകളിലാണ് അവർ ഇത് വെക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് പണ്ട് തൊട്ടേ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഈ സ്ഥാനം സ്വത്തിൻ്റെ കാര്യത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ വരുമ്പം പുരുഷ മേധാവിത്വം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. സ്ത്രീകൾ ധാരാളം പേര് പഠിക്കുന്നുണ്ട്, വലിയ യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ പഠിച്ച് സ്ത്രീകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകളെക്കാളും മുന്നണിയിൽ ബാലിയിലെ സ്ത്രീകൾ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്.